നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഏപ്രിൽ മാസം 6-ാം തീയതി ഞായറാഴ്ച മുതൽ ഏപ്രിൽ മാസം 12-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഗുണം കാണുന്നത്. പകുതിക്ക് ശേഷം സാമ്പത്തികമായ നേട്ടം, അപ്രതീക്ഷിതമായ ധനത്തിൻ്റെ വരവ്, തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾക്ക് ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് മുടക്കമുണ്ടാകുമെങ്കിലും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിക്ക് ശേഷം ധനപരമായ വരവിനും അതുപോലെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾക്ക് സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്ക് നേരിട്ട തടസ്സങ്ങൾ മാറുകയും ചെയ്യും. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവരുടെ ബന്ധുക്കളുടെ, രക്തബന്ധുക്കളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമോ അല്ലെങ്കിൽ മാനസികമോ ആയ പ്രശ്നങ്ങളിൽ കൂട്ടുനിൽക്കേണ്ടി വരിക, അതിൻ്റെ മാനസിക വൈഷമ്യങ്ങൾ അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. മാതാവിന് ദോഷം കാണുന്നു. അതുപോലെ തന്നെ അമ്മാവന്മാരോ മറ്റ് അടുത്ത രക്തബന്ധുക്കളോ ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരോടൊത്ത് ഉള്ള യാത്രകൾ, ദീർഘദൂര യാത്രകൾ, അതൊക്കെ വളരെ കരുതലോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കണം. ഇവരുടെ മാതൃകുടുംബത്തിൽ, അതായത് ഈ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാരുടെ മാതൃകുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത, ചിലപ്പോൾ ഭാഗം വയ്ക്കലോ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഷെയറിൻ്റെ പണം ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാകുകയോ, അതുമല്ലെങ്കിൽ വീട് പൊളിച്ച്, തറവാട് വീട് പൊളിച്ച് ആർക്കെങ്കിലും ഒരാളെ ഏൽപ്പിക്കുക, അതിനുശേഷം അവിടെ മറ്റു കാര്യങ്ങൾ, പുരോഗതി പ്രാപിക്കുന്ന തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ, ബിസിനസ്, ഇതൊക്കെ ആലോചിക്കുക. അങ്ങനെ പൊതുവെ ഒരു മാറ്റത്തിൻ്റെ തറവാടിൽ ഒരു മാറ്റത്തിൻ്റെ കാലം അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുന്ന ദിവസം. അതിൽ ഈ നക്ഷത്രക്കാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും മാനസിക വിഷമമോ സങ്കടമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ പകുതിക്ക് അടുത്തുള്ള ദിവസങ്ങൾ, അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ രോഗമോ മാനസികം പഠന സംബന്ധമായ വിഷമങ്ങളോ അല്ലെങ്കിൽ മറ്റു മാനസിക വിഷമങ്ങളോ ആയിരിക്കാം. അതിനും ഒരു സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് മുമ്പുള്ള ദിവസങ്ങൾ പൊതുവെ അത്ര സുഖകരം അല്ല മേടക്കൂറിന്. ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ, അതായത് ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും, വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ ഇവർക്ക് പൊതുവെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടം ഏറ്റവും പ്രധാനം. ആദ്യത്തെ ദിവസങ്ങൾ, ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന ഇവരുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി ശക്തവും തീവ്രവുമായി മുന്നോട്ട് പോകുന്നു. സാമ്പത്തികമായ നേട്ടം, ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം, അത് ബന്ധുക്കളുമായിട്ടായാലും ശരി, അതല്ല ഇവരുടെ പ്രവർത്തന മേഖലയിലുള്ളവരും ആയിട്ടായാലും ശരി, അതല്ല മറ്റ് സമൂഹത്തിലെ മറ്റ് ആളുകളുമായി ഇടപെടുന്ന കാര്യത്തിലായാലും ശരി, ആ ഘർഷണമൊക്കെ മാറുന്നു. പൊതുവെ കാര്യങ്ങൾ സ്മൂത്തായി പോകുന്ന ഒരു അവസ്ഥയാണ് ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ. സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, ശത്രു ആയിരുന്നവർ പോലും മിത്രമായി വരിക, മുടങ്ങിക്കിടന്നിരുന്ന കടബാധ്യതയുടെ പ്രശ്നങ്ങൾ മാറുക, തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പണമോ മറ്റു ദ്രവ്യങ്ങളോ തിരിച്ചു കിട്ടുക. അതുകൊണ്ട് പൊതുവെ പല കാര്യങ്ങളിലുമുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന 10-ാം തീയതി രാത്രി 11, 12 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളാണ് കൂടുതൽ നല്ലത്. കൂടുതൽ ഊർജ്ജസ്വലമായി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, സഹോദരന്മാരുമായോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായോ കൂട്ടുകാരുമായോ ചേർന്ന് പുതിയ ചില സംരംഭത്തിൻ്റെ ആസൂത്രണമൊക്കെ ഇവരിടുന്നുണ്ട്. അത് കൂടുതൽ ഗുണകരമായി വരാൻ സാധ്യതയുള്ള ചില മേഖലകൾ ആയിരിക്കും എന്നതിൻ്റെ സൂചനയൊക്കെ ഇവർക്ക് കിട്ടുന്നു. അത്തരം വിദഗ്ധ ഉപദേശവുമായി ബന്ധപ്പെട്ട് യാത്രകൾ അല്ലെങ്കിൽ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഇതൊക്കെ ഗുണകരമായി വരുന്നു. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കും അതിൻ്റേതായ മാനസിക സന്തോഷവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാവും. ചിലപ്പോൾ ആഴ്ചയുടെ ആദ്യ പകുതിയുടെ തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഈ ദേശത്തു നിന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ ഒക്കെ സാധ്യതയുണ്ട്.
വാഹനം എന്തായാലും സൂക്ഷിച്ചോടിക്കണം എന്ന് കാണുന്നു, കാരണം ദീർഘദൂര യാത്രയുണ്ടാകാം. അതുപോലെ തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചില ഹ്രസ്വ യാത്രകൾ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം കൂടുതലായി പോണ്ടി വരുന്നതായിട്ടും കാണുന്നു. അത് ഇവരുടെ പ്രവർത്തന മേഖലയെയും വ്യാപാരത്തെയും പൊതുവായിട്ടുള്ള ബിസിനസ്സിനെയും ഒക്കെ ഗുണകരമായി അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു യാത്രയാവാം. അല്ലെങ്കിൽ അത്തരം ചില പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ പോലും ഈ സമയത്ത് ഗുണകരമായിട്ട് വരുന്നുണ്ട്. സഹോദരന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്ന്, അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വലിയ സഹായങ്ങൾ കിട്ടുന്നു. അതൊരു പക്ഷേ പുതിയ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ പുതിയ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാവാം. അതുമല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു കൂട്ട് ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആവാം. എന്തായാലും പൊതുവെ മനസ്സിൻ്റെ ഉല്ലാസവും സന്തോഷവും ഊർജ്ജസ്വലതയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ അതുമൂലം ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കാതെ വരികയോ ചെയ്യാം. ഒരു ചെറിയ ഭാഗ്യക്കേടിൻ്റെ ദിവസമായി അതിനെ കരുതാം. എന്നാൽ ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായ നേട്ടത്തിന് ദോഷമൊന്നും തന്നെ കാണുന്നില്ല. പൊതുവെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും അവസാന ദിവസങ്ങളിലും ധനനേട്ടത്തിന് ദോഷമൊന്നും കാണുന്നില്ല ഇടവക്കൂറിന്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6, 7, അത് കഴിഞ്ഞാൽ പിന്നെ 12-ാം തീയതി മാത്രമാണ് ഗുണമായിട്ട് കാണുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ 2ാമത്തെ പകുതിക്ക്, അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയുടെ അടുത്തുള്ള ദിവസങ്ങൾ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. കൂടുതൽ ഗുണകരമെന്ന് പറയുമ്പോൾ സാമ്പത്തിക നേട്ടം അല്ല ആ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും അവർക്ക് വരുന്നത്. പക്ഷേ ഭാവിയിൽ സാമ്പത്തിക ഗുണം ചെയ്യാവുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ഗുണം ഉണ്ടായേക്കാവുന്ന ചില കാര്യങ്ങളിൽ വളരെ തീവ്രമായി ഇവർ ഇറങ്ങിച്ചെല്ലുന്നു. അതുമായി ബന്ധപ്പെട്ട സീരിയസ് ആയ ചർച്ചകൾ, സുഹൃത്തുക്കൾ, സംരംഭകർ ഇവരൊക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു. അതുപോലെ തന്നെ ചില യാത്രകൾ നടത്തുന്നു. അതെല്ലാം തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് വരുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസം സാമ്പത്തികമായി നല്ല നേട്ടമാണ്. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഏറ്റവും അടുത്ത വ്യക്തികൾ, സമൂഹത്തിൽ ഇവരോട് ഇടപഴകിക്കൊണ്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അയൽക്കാർ, ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, അതിൻ്റെ അനന്തരഫലമെന്നോണം വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മുഖത്തിനോ അല്ലെങ്കിൽ കഴുത്തിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ചൂട് കൂടുതലിൻ്റെയോ മറ്റോ പ്രശ്നങ്ങൾ മുഖത്തിനോ കഴുത്തിനോ ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നീർവീക്കത്തിൻ്റെ ഫലമായി നീരും മുഖത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ശബ്ദം ചിലപ്പോൾ ഇടറിയേക്കാം. കുറേ വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതായി വരാം. ത്രോട്ട് ഇൻഫെക്ഷനോ ത്രോട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമോ ഒക്കെ ആകാം. കഴുത്ത് എന്ന് പറയുമ്പോൾ ത്രോട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അതിനെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ചില ആശയക്കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർ ആലോചിക്കുന്ന പുതിയ സംരംഭങ്ങളുടെ ഫലമായിട്ടല്ല, പെട്ടെന്ന് ലാഭം കിട്ടാവുന്ന, സാമ്പത്തികമായ ഗുണം കിട്ടാവുന്ന ചില കാര്യങ്ങളുമായി ചില വ്യക്തികൾ ഈ നക്ഷത്രക്കാരെ സമീപിക്കുകയും മിഥുനക്കൂറുകാരെ സമീപിക്കുകയും അതിൽ ഇവർക്ക് ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ കൃത്യമായി ആലോചിച്ചൊരു തീരുമാനമെടുക്കാൻ വയ്യാത്ത കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദഗ്ധരുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഇടപെടാവൂ എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. കാരണം സാമ്പത്തികമായ നഷ്ടമോ മറ്റ് വിധത്തിൽ സമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പങ്കുകൊണ്ടാൽ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. സാമ്പത്തികമായ നേട്ടം ആഴ്ചയുടെ തുടക്കത്തിൻ്റെ അത്ര ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മിഥുനക്കൂറുകാർക്ക് കിട്ടണമെന്നില്ല. അതുപോലെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാവുന്ന, ആഴ്ചയുടെ അവസാന ദിവസം ഉണ്ടാകാവുന്ന ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത്, അത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കുണ്ടാകാവുന്ന ചില മാനസിക വിഷമങ്ങൾ കൊണ്ട് ആവാം. ഒരുപക്ഷെ ജോലി രംഗത്ത് ഇവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം വരുന്നുണ്ട്. സമൂഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വരുന്നതുകൊണ്ട് അത് കൃത്യമായി നിർവഹിക്കാൻ ഈ ആഴ്ചയുടെ അവസാന ദിവസം മിഥുനക്കൂറുകാർക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അതിൻ്റെ ഫലമായി ഇൻകം കുറയാനുള്ള സാധ്യതയും മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടം നല്ലതായി കാണുന്നു, പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ. അത് മറക്കാതിരിക്കുക.
പുതിയ സംരംഭങ്ങൾക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ശാരീരികമായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടാകാവുന്ന അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഈ ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉദരത്തിന് മൊത്തത്തിലൊരു പ്രശ്നം കാണുന്നുണ്ട്. മാതാവിനും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളുണ്ടാകാം. ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖങ്ങളുണ്ടാകാം. അതായിരിക്കാം ത്രോട്ടിനെയൊക്കെ ബാധിക്കുന്നതും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇവർ ആരോഗ്യം രക്ഷിക്കണം. അലർജി ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10 തീയതി രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 11-ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയുടെ തുടക്കവും അവസാനവും ദിവസങ്ങൾ വളരെ നല്ലതായി കാണുന്നു. ആഴ്ചയുടെ മധ്യഭാഗമാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയും ഇവർക്ക് ഗുണമാണ്. എന്നാൽ ഈ ആഴ്ച ഉടനീളവും ഇവർക്ക് സാമ്പത്തിക ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും വ്യാഴം 11-ലും നിൽക്കുന്നു, അഷ്ടമശനി മാറിയും ഇരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇവരുടെ ധനവരവിന് ദോഷമൊന്നും കാണുന്നില്ല. എന്നാൽ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും ഉണ്ടായിരുന്ന അസുഖമോ രോഗമോ ശ്രദ്ധക്കുറവ് കൊണ്ടോ അലസത കൊണ്ടോ വർദ്ധിക്കാനുള്ള സാധ്യതയോ അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത അമിത വേഗത കൊണ്ടോ ആവേശം കൊണ്ടോ ശാരീരികമായ ചലനത്തിലൊക്കെ ഉണ്ടാകാവുന്ന ചില സ്പീഡ് കൊണ്ടോ സംഭവിച്ചേക്കാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അപകട സാധ്യതകൾ, ഇതാണ് ഇവരെ ബാധിക്കാനുള്ള സാധ്യത. ഭാരം എടുക്കുമ്പോഴും അതുപോലെ വലിയ മെഷീനറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും അടുക്കളയിൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ തീയോട് അതുപോലെ ഇലക്ട്രിസിറ്റിയോട് വൈദ്യുതിയോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ അവരും വളരെ കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇതിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ, പൊള്ളലേൽക്കാൻ, ശാരീരികമായ മുറിവുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. വാഹനവും വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് അമിത വേഗത പാടില്ല. ഒന്നിലും ഒരു ആവേശം പാടില്ല. മറ്റൊരാളോട് കാണിക്കുന്ന ശത്രുതയോ വൈരാഗ്യമോ സ്വന്തം ഈ മിഷനറിയുമായി ബന്ധപ്പെട്ടോ സാഹസിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കരുത്. അങ്ങനെ വരുമ്പോൾ ആ ആവേശം ഇവിടെയായിരിക്കും തീർക്കുക. അത് ഈ വ്യക്തിക്ക് തന്നെ ശാരീരികമായ അപകട സാധ്യതയൊക്കെയുണ്ട്. ചിലർ ആകെ മൂഡ് ഓഫ് ആണെങ്കിൽ വാഹനം വളരെ സ്പീഡിൽ ഓടിക്കും. ചിലർ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മോശപ്പെട്ട വാക്കുകൾ പറയാൻ ശ്രമിക്കും. ഇതൊക്കെ തന്നെ ഈ പറയുന്ന വ്യക്തികളെ, പ്രത്യേകിച്ചും ഈ പറയുന്ന കർക്കിടക കൂറുകാർക്ക് ദോഷമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയും കാര്യങ്ങൾ നടന്നു പോകാവുന്ന വിധത്തിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലായോ ധനം ഇവരിലേക്ക് വന്നു ചേരും. ശാരീരികമായ അവസ്ഥയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും അപകട സാധ്യതയും ഞാൻ കൃത്യമായി പറഞ്ഞു. ഇൻഫെക്ഷനും സാധ്യതയുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട്, നീർദോഷവുമായി ബന്ധപ്പെട്ട്, നീരുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 6, 7, പിന്നെ 10 തീയതി രാത്രിക്ക് ശേഷം 11, 12 ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കർമ്മരംഗത്ത് ധാരാളം ചലഞ്ചിങ് ആയിട്ടുള്ള വെല്ലുവിളികളുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള മാനസികമായ ശക്തി ഇവർക്ക് തൽക്കാലമുണ്ട്. ധാരാളം പണം ഈ സമയത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടൊക്കെ ചിലവഴിക്കേണ്ടി വരാം. ചിലവ് കൂടുന്ന ഒരാഴ്ചയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഈ ജെനിറ്റൽ ഓർഗൻസ്, തുടയിടുക്കുകൾ, ഈ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത. അഷ്ടമത്തിൽ സൂര്യൻ, അതുപോലെ തന്നെ സൂര്യനും സഞ്ചരിക്കുന്നു, രാഹുവും ഒക്കെ സഞ്ചരിക്കുന്നു, ശനിയും സഞ്ചരിക്കുന്നതിനാൽ ഇവരുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നേത്രങ്ങൾ, അതുപോലെ ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ അവിടെ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇതെല്ലാം, ശുക്രനും ഒരർത്ഥത്തിൽ ആയുസ്സിനെയും പരിചരണത്തിൻ്റെയും ആളായതുകൊണ്ട് ശുക്രൻ്റെ അനുഗ്രഹം 8-ൽ ഉച്ചനായി നിൽക്കുന്നത് കൊണ്ടും എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ, അസുഖമോ അവശതയോ ഒക്കെ വന്നാൽ തന്നെ അതൊക്കെ മരുന്ന് സേവ കൊണ്ടും ശ്രദ്ധ കൊണ്ടും പിന്നീടുണ്ടാകുന്ന പരിരക്ഷ കൊണ്ടുമൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. എന്നാൽ രോഗാവസ്ഥ ഇവർക്ക് അതിജീവിക്കേണ്ടതായി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കാലം ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോൾ തൊഴിലിനെയോ പ്രവർത്തന രംഗത്തെയൊക്കെ ബാധിക്കാം. സാമ്പത്തികമായി വരവ് ദോഷങ്ങളൊന്നുമില്ലാതെ തുടരുമെങ്കിലും ചിലവ് അതുപോലെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കാര്യങ്ങൾ ആലോചിക്കാതെ
മുൻകൂട്ടി ഒരു ധാരണയില്ലാതെ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളാലും പണം ചിലപ്പോൾ ജലം പോലെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചിലർ കടം വാങ്ങിച്ചാണെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഒട്ടുമിക്കവർക്കും ഈ കൂറിൽപ്പെട്ടവർക്ക് എങ്ങനെയെങ്കിലും ധനം വന്നു ചേരും. പക്ഷേ അതൊന്നും സമ്പാദിക്കുവാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങൾക്കോ ഏറ്റവും രക്തബന്ധത്തിൽപ്പെട്ട പ്രായാധിക്യമുള്ള ആൾക്കാർക്കോ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ മാനസികമായ വിഷമം, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരിക, സ്വന്തം ജോലി സ്ഥലത്തു നിന്ന് മാറി നിൽക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരാഴ്ച കൂടിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ ചൊവ്വയുടെ ഒരു 12ാം ഭാവത്തിലെ നില, രോഗം, അതുപോലെ തന്നെ ആവേശം, വാക്കുതർക്കം, കലഹം, പിന്നെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, അങ്ങനെയൊക്കെയുള്ള ചില പ്രവണതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് കുറച്ചു പേർക്കെങ്കിലും മാനസികമായ വിഷമവും ശാരീരികമായ വിഷമങ്ങളും ഉണ്ടാകാം. വാക്കുതർക്കങ്ങൾ ചിലപ്പോൾ കേസാകാനുള്ള സാധ്യത, കോടതി കയറാനുള്ള സാധ്യത, പോലീസ് സ്റ്റേഷൻ നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ ചെന്ന് കയറേണ്ട അവസ്ഥയൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളോട് പെരുമാറുമ്പോഴും വാശി, വൈരാഗ്യം തുടങ്ങിയവയൊക്കെ കാണിക്കുമ്പോഴുമൊക്കെ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യുക, പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. ഒരു നിമിഷമെങ്കിലും മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും ദോഷം നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ മനുഷ്യന് സാധിക്കും. അതിനാണല്ലോ മെഡിറ്റേഷൻ്റെയൊക്കെ ഗുണം ഈ നമ്മുടെ വിദഗ്ധർ ആചാര്യന്മാർ ഏറ്റവും നല്ലതായി പറയുന്നത്. സ്വന്തം മനസ്സിലേക്ക് നോക്കിക്കൊണ്ടുള്ള ആ ശൂന്യമായ ഇരിപ്പ് ഒരുപാട് എനർജിയും ഒരുപാട് സമാധാനവും ശാന്തിയും മനസ്സിന് നൽകും. അങ്ങനെ വരുമ്പോൾ നല്ലതും ചീത്തയും കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയുണ്ടാകും. അത് ആർജിക്കണം. അല്ലെങ്കിൽ അഷ്ടമരാശിയിൽ ഒരുപാട് ഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട്, പാപഗ്രഹങ്ങൾ കൂടിയതുകൊണ്ടും നമുക്ക് തന്നെ ഈ നക്ഷത്രക്കാർക്ക് തന്നെ ദോഷം വരാവുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, സാഹചര്യങ്ങൾ അതൊക്കെ വർദ്ധിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തുലവും കുറവാണിപ്പോഴും. 10ൽ നിൽക്കുന്ന വ്യാഴം പോലും കണ്ടകവ്യാഴൻ്റെ പ്രതീതിയാണ്. പിന്നെ ബാക്കി ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഏകദേശം സൂചനകളുണ്ട്. ഇതിൽ അല്പമെങ്കിലും ഗുണം അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രനും ബുധനുമാണ് ഇവർക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 8, 9, 10 രാത്രി വരെയും താരതമ്യേന ഗുണമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ലെ വ്യാഴത്തിൻ്റെ ഗുണം ഇവർക്ക് എന്തായാലും ഇപ്പോൾ വലിയ അനുഗ്രഹമായി വരണം. കാരണം കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ 7ൽ ഒരു പാപഗ്രഹം സഞ്ചരിക്കുമ്പോൾ 9ൽ നിൽക്കുന്ന ഗ്രഹം അതിന് പരമാവധി ഗുണം ചെയ്യും, അതായത് ദോഷത്തെ തടയുമെന്നർത്ഥം. ഇവിടെ 9ലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം 7ൽ നിൽക്കുന്ന ശനിയുടെ ദോഷഭാവത്തെ തടയാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാകില്ല. തങ്ങൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ, ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. വ്യാഴം അത് കഴിഞ്ഞാൽ 10ലോട്ടാണ് പോകുന്നത്. 10ൽ കണ്ടകവ്യാഴൻ ആണെങ്കിൽ പോലും അതും ഇവരെ സഹായിക്കും. എന്നാലും ഈ ആഴ്ച ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 11ൽ നിൽക്കുന്ന ചൊവ്വ. സാമ്പത്തികമായി ഇവർക്ക് വളരെ വരുമാനം, അപ്രതീക്ഷിതമായ ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകാം. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് ധനം നേടാൻ സാധിക്കും. ചില തർക്കങ്ങളിലും കലഹങ്ങളിലും കോടതി കേസുകളിലുമൊക്കെയായി കിടന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് ആശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള മറുപടി ലഭിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവർ ഏതെങ്കിലും തരത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന ഇവരുടെ ധനാഗമ മാർഗം ഓപ്പണായി മാറുന്നതാണ്, തുറന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ വരവ് ഇവർക്ക് മുടക്കമായി മാറുന്നില്ല. ധനാഗമ മാർഗം വളരെ സജീവമായി മുന്നോട്ട് വരുന്നു. പണം ഇവർക്ക് കിട്ടുന്നു. അതിനുവേണ്ടി കൃത്യമായി ജോലി ചെയ്യുകയും കൃത്യമായി അത് എണ്ണിപ്പറഞ്ഞ് വാങ്ങാനുള്ള മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്ന കാലം തന്നെയാണ് ഈ ആഴ്ചയിൽ. അതുകൊണ്ട് സാമ്പത്തികമായ ദോഷം കാണുന്നില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കലഹമോ മറ്റു പ്രശ്നങ്ങളോ കുടുംബത്തിലുണ്ടാകാനുള്ള സാധ്യത വിരളമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കേസ് നിലനിൽക്കുന്നവർക്ക് അതിനുവേണ്ടി കിട്ടുന്ന പണത്തിൽ കുറേയൊക്കെ ചിലവഴിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഭൂരിഭാഗവും അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ബന്ധങ്ങളിലെ
പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക, രണ്ടുപേരും ഒരിടത്തിരുന്നു കൊണ്ട് മാനസികമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കലഹവും ഈഗോയും വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ധനവും സമയവും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ഒരുമിച്ച് സഞ്ചരിക്കുന്നു. 7-ൽ ശുക്രന് ബലമുണ്ട്. പക്ഷേ ശുക്രൻ 7-ൽ ബലത്തോടെ നിന്നാലും ദാമ്പത്യ ഭാവത്തിന് അത് വലിയ ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ അങ്ങേയറ്റത്തെ സുതാര്യത നിലനിർത്തണമെന്നും കുടുംബത്തിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നും കൃത്യമായി പറയുന്നു. അതല്ല ഇതര ബന്ധങ്ങൾ, മറ്റു ചില പ്രവണതകൾ, മദ്യപാനം, അതുപോലെ തന്നെ ലഹരിക്ക് അടിമയാകുന്ന അവസ്ഥ, ഇതൊക്കെ ഇപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത പാടെ തകർത്ത് കളയാനുള്ള സാധ്യതയുണ്ട്. കേസും വഴക്കുമൊക്കെ ആകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യവും ജോലിയിലെ ഇവരുടെ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ ജോലിയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസ്ഥയും എല്ലാം പറഞ്ഞു. എന്നാൽ ശ്രദ്ധിക്കണം, ഇവരുടെ മൂത്ത ജ്യേഷ്ഠനോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ശാരീരികമായ അവശതയോ ജലവുമായി ബന്ധപ്പെട്ട് ജലയാത്ര കൊണ്ടോ ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയും വരാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാരും സാഹസിക കർമ്മങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവായി നിൽക്കാൻ ശ്രമിക്കുക. അടിവയറ്, ലൈംഗിക അവയവങ്ങൾ, തുട, കാൽമുട്ട്, കാൽപാദങ്ങൾ, ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അരയ്ക്ക് താഴോട്ട് പ്രധാനമായും കാൽപാദങ്ങളിലും ഉപ്പൂറ്റി മുതലായ സ്ഥലങ്ങളിലുമൊക്കെ അപകടമോ എന്തെങ്കിലുമൊക്കെ നീർവീക്കമോ മസിൽ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6, 7, പിന്നെ 10-ാം തീയതി രാത്രിക്ക് ശേഷം 11, 12 ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സ്ഥലത്താണ് ഇപ്പോൾ ശനിയുടെ നില. 6-ലേക്ക് വന്നിരിക്കുന്നു. 6-ൽ നിൽക്കുന്ന ശനി സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലമായി മുടക്കം വന്നിരുന്ന പദ്ധതികൾ, സാമ്പത്തികമായ പരാധീനത, കടബാധ്യത, ശത്രുത കൊണ്ടുണ്ടാകാവുന്ന മാനസിക വിഷമങ്ങൾ, പ്രോജക്റ്റുകൾ നടക്കാതെയിരിക്കുക, പദ്ധതികൾ മുടങ്ങിക്കിടക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനായി വീണ്ടും കാര്യങ്ങൾ സജീവമാകുന്നു. ശത്രുത ഒക്കെ മാറി എല്ലാവരും മിത്രമായി വരികയും അത് സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായി മാറുകയും ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ പല കാര്യങ്ങളിലും ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണകരമായി വരുന്നു. അങ്ങേയറ്റത്തെ വെറുപ്പോടുകൂടി മാറി നിന്നിരുന്ന ചിലർ അടുത്തു വരികയും അവർ ഇവരുടെ ജീവിതത്തിൻ്റെ പുരോഗമനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതായി കാണാം. മുടങ്ങിക്കിടന്നിരുന്ന ജീവിത ബന്ധങ്ങൾ കൂടുതൽ സജീവമാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില മുതലുകൾ, അതുപോലെ പണം, ഇതെല്ലാം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അത് കുറേ കാലത്തേക്ക് ഇനി ഉണ്ട്. അപ്പോൾ ഇപ്പോഴെന്തായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നു. പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം 3 ഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. പാപഗ്രഹങ്ങൾ 6-ൽ സഞ്ചരിക്കുമ്പോൾ താരതമ്യേന ഗുണത്തെ കൊടുക്കും. രാഹു, സൂര്യൻ, അതുപോലെ തന്നെ ശനി. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു നേട്ടമുണ്ടാകും. അതുപോലെ അഷ്ടമത്തിലാണ് ഇപ്പോഴും വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർ വളരെ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അമിതമായ ചിലവ് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ തുടക്കത്തെ 4 5 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ലക്ഷ്യം നേടുന്ന പല പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഇതെല്ലാം തന്നെ ഇവർക്ക് ഇപ്പോൾ വിജയത്തിലെത്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർ വളരെ ശ്രദ്ധിക്കണം. കാൽപാദങ്ങൾക്കോ നട്ടെല്ലിനോ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും റെസ്റ്റ് എടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കുറച്ച് ചിലവ് വരികയോ ചിലർക്കെങ്കിലും അത് നഷ്ടത്തിലെത്തുകയോ ചെയ്തേക്കാം. ചില ബന്ധങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ചില ബന്ധങ്ങൾ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ സംശയത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും കുറവിൻ്റെ പേരിലോ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാൻ ഉള്ള അവസ്ഥയിലേക്കോ മാറുന്നതായിട്ട് കാണാം. പൊതുവേ ജീവിത വിജയത്തിനും പ്രവർത്തന വിജയത്തിനും യാത്ര സാധൂകരിക്കുന്നതിനും സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നതിനും ഈ ആഴ്ച തുലാക്കൂറിന് മോശമല്ല, നല്ലത് തന്നെയാണ്. എന്നാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം.
നീർദോഷത്തിൻ്റെയോ നീർവീക്കത്തിൻ്റെയോ ലിവറിനോ കിഡ്നിക്കോ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നവർക്ക് അത് വർദ്ധിക്കാനോ ഇപ്പോൾ അലസ ജീവിതം നയിക്കുകയും താരതമ്യേന മോശം സ്വഭാവം ഉണ്ടായിരിക്കുകയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവർക്ക് നീർവീക്കത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ആഭ്യന്തരമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ശാരീരിക അവയവങ്ങൾക്കുണ്ടാകാവുന്ന ക്ഷതം മൂലം അതിൻ്റെ പരിണതഫലമായി ഉണ്ടാകാവുന്ന രോഗാവസ്ഥകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 6, 7, 8, 9, 10 തീയതി രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ലേക്കാണ് ശനി പോയിരിക്കുന്നത്. ഇവർക്ക് ഈ ആഴ്ചയിൽ ശുക്രനും ബുധനും അവിടെ ബലവാനായിട്ട് നിൽക്കുന്നു. സന്താനങ്ങൾക്ക് ഭാഗികമായി ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ പിതാവിനും അത്ര നല്ലതല്ല. എന്നാൽ ആദ്യത്തെ 2 ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും അവർ വ്യാപരിക്കുന്ന കർമ്മമേഖലയിൽ ഏറ്റവും നന്നായി അവർക്ക് തിളങ്ങാൻ സാധിക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സ്തുതിയും ആശംസകളും ഏറ്റുവാങ്ങുന്നു. പ്രത്യേകമായ പുരസ്കാരങ്ങളോ മറ്റു നേട്ടങ്ങളോ അഭിമാനത്തിന് വക നൽകുന്ന തരത്തിലുള്ള അവസ്ഥയോ ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. പല കാര്യങ്ങളും ഇവർക്ക് സാധ്യമാകുന്ന തരത്തിൽ സാമ്പത്തികം ഇവരിലേക്ക് വന്നണയുന്നു. ബന്ധങ്ങളിൽ ഊഷ്മളതയുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. ചില പുതിയ സംരംഭങ്ങൾ, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ആശാവഹമായ റിസൾട്ടുകൾ കിട്ടുന്നു. അത്തരം പ്രതീക്ഷകൾ ഇവർക്ക് കൂടുതൽ പ്രകാശമാനമാക്കുന്നു ഇവരുടെ ജീവിതത്തെ ആകെ. അങ്ങനെ പൊതുവെ ആഴ്ചയുടെ ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ, അതായത് ചൊവ്വ മുതൽ അങ്ങോട്ട് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ഗുണം, പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥയിൽ എത്തിച്ചേരൽ, അത്തരം അനുഭവങ്ങൾ ഉണ്ടാകൽ, വളരെ സംഘർഷഭരിതമായിരുന്നിരുന്ന ജീവിതത്തിന് സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ കിട്ടുന്ന അവസരമൊക്കെ ഉണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് പൊതുവെ തുടക്കം വളരെ ഗുണകരമാണ്. അതുകൊണ്ട് ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവർക്ക് ഈ ആഴ്ച വളരെ ഗുണകരമാണ് പല കാര്യങ്ങളിലും. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ വാരിയെല്ലിൻ്റെ ഭാഗങ്ങൾ, ലിവർ, കിഡ്നി, അതുപോലെ പാൻക്രിയാസ് ഭാഗങ്ങളിലൊക്കെ, അതായത് ആന്തരികമായി ഉദരഭാഗത്ത് ഉണ്ടാകാവുന്ന ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പുളിച്ചു തികട്ടലിൻ്റേതായ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഇവർക്ക് പലപ്പോഴും തടസ്സങ്ങളോ തലവേദനയോ ഒക്കെ ഉണ്ടാക്കും. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതിന് മുൻകരുതലുകൾ എടുക്കുക, അല്ലെങ്കിൽ കൃത്യമായ മരുന്ന് സേവിച്ചു കൊണ്ടിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ പ്രണയ സാഫല്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. പുതിയ ഈ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, കൂട്ടുകെട്ട് ബിസിനസ്സൊക്കെ നല്ലതാണെന്ന് പറഞ്ഞതും ജീവിതത്തിലെ കൂട്ടുകെട്ട് ബിസിനസ്സാണ് സത്യം പറഞ്ഞാൽ വിവാഹം. അപ്പോൾ അത്തരം കാര്യങ്ങളും ഒക്കെയായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരു ആഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10, 11, 12 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു അവസ്ഥ, കണ്ടകശനി തുടങ്ങി 4ാം ഭാവത്തിലേക്ക് വ്യാഴം 7ലോട്ട് ഇനിയേ വരത്തുള്ളൂ. ഇപ്പോൾ വ്യാഴം 6ലാണ്. അപ്പോൾ ഈ കണ്ടകൻ 4ൽ വരികയും വ്യാഴം 6ൽ നിൽക്കുകയും ചെയ്യുന്ന കാലം ഇവർ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഈ ആഴ്ചയിൽ ഇവർക്ക് ശുക്രൻ്റെയും ബുധൻ്റെയും അനുഗ്രഹമുണ്ട്. തങ്ങളുടെ കഴിവിനനുസരിച്ച് അവരുടെ ജോലിസ്ഥലത്ത്, കർമ്മമേഖലയിൽ നന്നായി ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉത്തരവാദിത്വം വർദ്ധിക്കും ജോലി മേഖലയിൽ. പ്രത്യേകിച്ച് ഇവരുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇവർ നാട്ടിൽ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ വിദേശത്ത് പൂർണ്ണമായും താമസിച്ച് അവിടെ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തങ്ങളുടെ പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന കാര്യങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടുന്നതാണ്. അവിടെ പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം കഴിവിലും അതുപോലെ തന്നെ താങ്കൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില വിജയത്തിലുമൊക്കെ ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായ നേട്ടം
ഇപ്പോൾ ഇവർക്ക് ഇത്തിരി പ്രയാസമാണെങ്കിലും കാര്യങ്ങൾ നടന്നു പോകാവുന്ന ഒരവസ്ഥ ഇപ്പോഴുമുണ്ട്. ധനകാരകനായ വ്യാഴം 6-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം, അല്ലെങ്കിൽ കടം വാങ്ങേണ്ടി വന്നേക്കാം. എന്നാലും അതെല്ലാം തന്നെ ഉടനെ തന്നെ മാറിക്കിട്ടുന്നതാണ് ഇവർക്ക്. ശുക്രൻ ഉച്ചനായി 4-ൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോകാൻ ഇവർക്ക് സാധിക്കും. ബുധനും നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ കഴിവിനനുസരിച്ച് ഇവർക്ക് ഇവരുടെ കർമ്മമേഖലയിൽ നന്നായി കഴിവുകൊണ്ട് തന്നെ തിളങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും വിമർശനങ്ങളുമൊക്കെ നിസ്സാരമായി മാറുകയും ചെയ്യും. സാമ്പത്തിക നേട്ടം, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കൽ, പുതിയ വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മോശാവസ്ഥ പരിഹരിക്കുകയോ ചെയ്യൽ, യാത്ര, ഒരുമിച്ച് പോകൽ, തങ്ങൾക്ക് വിരോധമായി നിന്നിരുന്ന വ്യക്തികളൊക്കെ മാറി അവരുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥ, ഇതെല്ലാം ഇവർക്കിപ്പോൾ വന്നു ചേരുന്നതാണ്. കുറച്ചുകൂടി ഗുണം ഇനിയാണ് വരിക. എന്നാലും ഇപ്പോൾ തൽക്കാല ശാന്തി എന്ന മട്ടിൽ ഇവർക്ക് കാര്യങ്ങൾ നടന്നു പോകും. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്കത്ര നല്ലതല്ല. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയാണ് കൂടുതൽ ഗുണകരം. പ്രത്യേകിച്ച് പ്രവർത്തന രംഗത്തും സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്കുണ്ടാകുന്ന വിജയം ആഘോഷിക്കുന്ന കാര്യത്തിലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകർക്കും മേലധികാരികളും ഇവരോട് മതിപ്പ് തോന്നുന്ന അവസ്ഥയുമൊക്കെ ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ്. നല്ല ദിവസങ്ങൾ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ 10 രാത്രിക്ക് ശേഷം 11, 12 ഒക്കെയാണ്. അത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാഴം ഇപ്പോഴും 5-ൽ സഞ്ചരിക്കുന്നു. അതുപോലെ 7-ര ശനി പൂർണ്ണമായും മാറിയിരിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നൊരു സമയമാണ്. കാരണം 7-ര ശനി പൂർണ്ണമായും മാറി ശനി 3-ലോട്ട് പ്രവേശിക്കുമ്പോൾ 3 വീര്യത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും പ്രവർത്തനക്ഷമതയുടെയും സ്ഥിരതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ രാശിയാണ്. അപ്പോൾ ഒരുമിച്ച്, സാഹോദര്യം മീൻസ് ഒരുമിച്ച് വരുന്നത്, സഹ ഉദരത്തിൽ, അതായത് ഈ ലോകത്തുള്ളവരെ എല്ലാം സഹോദരന്മാരായി കണ്ടു കഴിഞ്ഞാൽ സതീർത്ഥ്യർ, കൂടെ പഠിച്ചവർ, കൂടെ പ്രവർത്തിക്കുന്നവർ, അവരുമൊത്ത് ഒരേ മാനസിക ഐക്യത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയും അവസ്ഥയും ഇപ്പോൾ ഉണ്ടാകും. വെറുത്തു നിന്നിരുന്നവരും കലഹിച്ചു നിന്നിരുന്നവരുമൊക്കെ അഭിപ്രായങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഒരുമിച്ച് വരും. സാമ്പത്തികമായ നേട്ടത്തിനും പ്രവർത്തനങ്ങളുടെ വിജയത്തിനും അവരുടെ ഒത്താശയുണ്ടാകും. അതുപോലെ സ്വന്തം മനസ്സിൻ്റെ ആലസ്യം മാറുന്നു. പ്രവർത്തനത്തിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലതയും ഉന്മേഷവും കടന്നു വരുന്നു. ഒരേ സമയം മാനസികമായ ശക്തിയും ശാരീരികമായ ശക്തിയും ഒരുമിക്കുന്നു. അങ്ങനെ പൊതുവെ 7-ര ശനി മാറിക്കഴിയുമ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ അനവധിയാണ്. ഒപ്പം വ്യാഴവും ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങൾ വളരെ തിളക്കമുള്ളതാകും. സംരംഭങ്ങൾ പുതിയത് തുടങ്ങാനുള്ള ആശയങ്ങളുണ്ടാകും. കാരണം 5-ലെ വ്യാഴം ആശയത്തിന് എപ്പോഴും കൂടുതൽ മുതൽക്കൂട്ടാണ്. 3-ലെ ശനി അതിനുവേണ്ടി ഉത്സാഹവും ക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും പുതിയ പ്രവർത്തനങ്ങൾ, ജോലിയിലെ ഉയർച്ച, ജോലിയിൽ തന്നെ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, കൂടുതൽ കാര്യക്ഷമമായി ജോലി രംഗം ആക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയം, അങ്ങനെ പൊതുവെ ഗുണകരമാണ്. ഭാഗ്യം വർദ്ധിക്കുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, കുടുംബത്തിൽ കുറച്ചുകൂടി സമാധാനവും സ്വസ്ഥതയുമൊക്കെ വരുന്നു, തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ഇവർക്ക് ദോഷം എന്ന് പറയാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഇപ്പോൾ 7-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയാണ്. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയോ കൂടുതലായി യാത്ര ചെയ്യേണ്ടി വരികയോ ചെയ്യാം. സഹോദരങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായി സന്തോഷം ലഭിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ആശ്വാസകരമായ ചില വാക്കുകൾ ഇവർക്ക് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നതായി കാണാം. ഏതെങ്കിലും വിഷയത്തിൽ ഇവരുടെ സ്വത്തുവകകളോ അല്ലെങ്കിൽ വീടോ മറ്റ് ഭൂമി സംബന്ധമായ വസ്തുക്കളോ തർക്കത്തിലോ പ്രശ്നത്തിലോ ആണെങ്കിൽ അതിനൊരു പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്ക് കേൾക്കാനിടവരും. അത് മനസ്സിന് സന്തോഷം നൽകും. പൊതുവെ ഊർജ്ജസ്വലമായ കാര്യങ്ങൾ ജീവിതത്തിലും കർമ്മത്തിലും ഇവർക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഉന്മേഷകരമാണ് കാര്യങ്ങൾ. രോഗം എന്ന് അല്ലെങ്കിൽ മാനസികമായ അവസ്ഥകൾ ഇവർക്ക്, വിഷമങ്ങൾ ഇവർക്ക് ശാരീരികമായോ മാനസികമായോ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യപ്രകാശം അധികം അടിക്കാത്ത ശരീരത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ സ്കിൻ സംബന്ധമായ, ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ബാക്ടീരിയലോ ഫംഗലോ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അത് ഒരു പ്രധാന വിഷയമാണ്. അതുപോലെ തന്നെ സൈനസൈറ്റിസോ നീർവീക്കമോ ഉള്ളവർക്ക് ശബ്ദത്തിന് പ്രശ്നമോ കുഴപ്പമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അലർജിയാണ് പ്രധാനമായും ഇപ്പോൾ ഇവരെ ബാധിക്കുന്ന ഒരു അസുഖം. അത് ശാരീരികമായും മാനസികവുമായും ആകാം, തോന്നലാവാം, പക്ഷേ അത് ശരീരത്തിൽ പ്രതിഫലിക്കും. അതല്ല, കൃത്യമായി ചില ബാഹ്യവസ്തുക്കളുടെ ഇടപെടൽ കൊണ്ടുണ്ടാകാവുന്ന ശാരീരികമായ ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ,
അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6, 7 ആണ് സാമാന്യം നല്ല ദിവസങ്ങൾ. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ജന്മശനിയുടെ മാറ്റത്തിൽ സത്യത്തിൽ കുംഭക്കൂറുകാർക്ക് കുറേയൊക്കെ മാനസികമായ സന്തോഷം തുടങ്ങിയ കാലമാണിത്. 2-ൽ ശുക്രൻ നിൽക്കുന്നു, അതുപോലെ ബുധനും നിൽക്കുന്നു. 2-ലെ ശുക്രനും ബുധനും എന്തായാലും ഇവർക്ക് അവരുടെ പ്രവർത്തന രംഗത്ത് കൂടുതൽ ഉന്മേഷവും ഊർജ്ജസ്വലതയും വരുത്താൻ സഹായിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. 2 ധനത്തിൻ്റെ സ്ഥാനം കൂടിയാണ്, ജോലിയുടെ സ്ഥലവുമാണ്. 2 വാക്കാണ്. അപ്പോൾ തങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെ ഇംപ്രഷൻ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പറയാൻ സാധിക്കുന്നു ഇവർക്ക്. ശുക്രൻ 2-ൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിൽ വാക്കുകൾ കൊണ്ട് ഇവർക്ക് വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. എഴുതുകയോ അല്ലെങ്കിൽ കവിതയോ കഥയോ ഒക്കെ സൃഷ്ടിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായൊരു അവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം വേണ്ടി അതിനെ ലാക്കാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കലാപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മികവുറ്റ മറ്റ് പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ തന്നെയും ഇവർക്കിപ്പോൾ മിടുക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടമുണ്ടാകും. ജോലിസ്ഥലത്ത് കൂടുതൽ നന്നായി ഇടപഴകാൻ ഇവർക്ക് സാധിക്കുന്നു. ബന്ധങ്ങളിലും കൂടുതൽ ഊഷ്മളതയുണ്ടാകുന്നു. പൊതുവെ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും സൗന്ദര്യം, വ്യക്തിത്വം കുറച്ചുകൂടി ആകർഷകമാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. നന്നായി സംസാരിക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായ നേട്ടം, യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ പൊതുവെ ഗുണം, മറ്റുള്ളവരുമായി ഇടപെടുന്നതിലും അയൽപക്ക ബന്ധങ്ങളിലുമൊക്കെ ഊഷ്മളതയും സ്നേഹവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നു. വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായ അവശത മാറുന്നു. പൊതുവെ ഒരു ആഹ്ലാദം മനസ്സിലുണ്ടാകുന്നു. കുടുംബത്തിലുള്ളവരുടെയും ഒക്കെ മാനസികവും ശാരീരികവുമായ സന്തോഷം കൂടുതൽ മനോഹരമായി മാറുന്നു. എന്നാൽ മാതാവിന് ചെറിയ അവസ്ഥ കാണുന്നുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് കടബാധ്യത പോലും മാറ്റി നിർത്താൻ തരത്തിൽ സാമ്പത്തിക സഹായം ഉണ്ടാകുമെന്ന് കാണുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായ വരവുണ്ടാകുമെന്ന് കാണുന്നു. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് പണം കടം കൊണ്ടുപോയിരുന്നവർ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പണം ഇതെല്ലാം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉദരസംബന്ധമായ രോഗത്തിന് ഒരു പരിധിവരെ മാറ്റമുണ്ടാകുന്നു, ആശ്വാസമുണ്ടാകുന്നു. ബന്ധങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഊഷ്മളത വർദ്ധിക്കുന്നു. ശത്രു മിത്രമായി മാറുന്നു. മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ തുടങ്ങാൻ സാധിക്കുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. എന്നാൽ ആഴ്ചയുടെ 2ാം പകുതിയിൽ ചെറിയ തടസ്സങ്ങളോ ശാരീരികമായ അവശതയോ ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചില ഇൻഫെക്ഷൻസ്, വൈറൽ അസുഖങ്ങൾ ഇതൊക്കെ വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരോഗ്യ സംബന്ധമായ ചില ചിട്ടകൾ പാലിക്കേണ്ട കാര്യത്തിൽ. ഞാനീ പറഞ്ഞ അസുഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിന് പരിഹരിക്കാൻ, അതിനെ നിവർത്തിക്കാൻ സാധിക്കുന്ന മരുന്നുകൾ ഇവർ കൃത്യമായ ചിട്ടയോടുകൂടി കഴിക്കണമെന്നില്ല. അത്തരം കാര്യങ്ങളിൽ അലസത പുലർത്തുന്നവരാണ് ഈ കൂറിൽപ്പെട്ട മിക്കവരും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും അതിന് ഇവരെ ഉപദേശിക്കുകയൊക്കെ വേണം. ഇല്ലെങ്കിൽ അസുഖം വർദ്ധിക്കാനും പെട്ടെന്നുണ്ടാകാവുന്ന ചില ക്ഷതങ്ങൾ, ചില സ്ട്രോക്കുകൾ ഇതൊക്കെ ശരീരത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യ പരിരക്ഷിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 6, 7, 8, 9, 10 ഗുണകരമാണ്. അടുത്തത് 10-ാം തീയതി രാത്രി വരെ. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി തുടങ്ങി. വ്യാഴം 3-ലുമാണ് നിൽക്കുന്നത്. സാമ്പത്തികമായി ഒരല്പം പരുങ്ങൽ ഉണ്ടാകാം. എന്നാൽ ശുക്രൻ അവിടെ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് ഈ മേഖലയിൽ കൃത്യമായി, ഈ നക്ഷത്രക്കാരിൽ കൃത്യമായി സ്വന്തമായി കഴിവുള്ളവർക്ക് തിളങ്ങാൻ സാധിക്കും. അത് ജന്മശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അവർക്ക്. ശുക്രൻ്റെ നില, സാമ്പത്തികമായി നേട്ടമുണ്ടാവുക, തങ്ങളുടെ ജോലി കൃത്യമായി മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന വിധത്തിൽ, മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിൽ ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു തൃപ്തി, ജോലിയിലെ മികവ് അതവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഭാഗ്യത്തിന് ഇപ്പോഴും തടസ്സമുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ കഠിന പരിശ്രമം ഇപ്പോൾ മീനക്കൂറുകാർക്ക് വേണം. സാമ്പത്തികമായി വളരെ ആശങ്കകൾ ഇവർക്കുണ്ടാകും. വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ആഴ്ചയുടെ ഫലമെടുക്കുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇത്തരം ആശങ്കകൾ ഇപ്പോഴും ഇവരെ അലട്ടാം. അതിനോടൊപ്പം സന്താനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും വരാൻ പോകുന്ന എന്തോ ഒരു വിപത്തിനെ ചൊല്ലി അകാരണമായി ഈ നക്ഷത്രക്കാർക്ക് മനസ്സ് വേദനിക്കാം. ചില വിരഹദുഃഖങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട കക്ഷികൾ അകന്നു നിൽക്കുന്നതായി ഇവർക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ശ്രദ്ധിക്കണം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക്
അധികം ശ്രദ്ധ പതിപ്പിക്കാതെ നോക്കുന്നതാണ് ബുദ്ധി. എന്നാൽ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി ഇവർക്ക് താരതമ്യേന വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഇടപഴകുവാനും സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. വലിയ സാമ്പത്തികമൊന്നും വരില്ല എങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകാൻ തക്കവണ്ണമുള്ള പണം ഇവർക്ക് എന്തായാലും എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ കൃത്യമായ ആവർത്തനങ്ങളിലൂടെ ചില കടബാധ്യതകൾ ഇവർക്ക് മാറ്റാൻ സാധിക്കും. നഷ്ടപ്പെട്ട വസ്തുക്കൾ ക്രമേണ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണയം വച്ചിരുന്ന വസ്തുക്കൾ ക്രമേണ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയ്ക്ക് തുടക്കമാവും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഉല്ലാസത്തോടുകൂടി ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് മാനസികമായി സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ അവരുമൊത്ത് യാത്രകൾ ചെയ്യുവാനോ ഒരുമിച്ചിരുന്ന് സല്ലപിക്കാനോ ഒക്കെ സാധിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. യാത്രയ്ക്ക് വളരെ ഗുണകരമായ അവസ്ഥ റിസൾട്ടായി വരുന്നു. പൊതുവെ വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവശത എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അതുപോലെ തന്നെ ഈ ശ്വാസകോശത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ, മാറിടം, ഇവിടെയൊക്കെ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, അവശതകൾ ഉണ്ടാകാം. ഇതേ സ്ഥലത്തിൻ്റെ നേരെ പുറകുവശം, അതായത് തോളിൻ്റെ കീഴ്വശങ്ങൾ, മുതുകിൻ്റെ ഭാഗം, മുതുകിൻ്റെ അർദ്ധഭാഗങ്ങൾ വരെയുള്ള സ്ഥലത്ത് നീർക്കെട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന വേദന അസഹനീയമാം വിധം ഇവരെ തളർത്താനുള്ള സാധ്യതയൊക്കെയുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. സന്താനങ്ങൾക്കും നേരിയ തോതിലുള്ള ശാരീരികമായ അവശത ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10, 11, 12 ഗുണകരമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിൻ്റെയോ അയ്യപ്പസ്വാമിയുടെയോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പ്രത്യേകമായ പൂജ ചെയ്യുക, കടുംപായസം കഴിപ്പിക്കുക, അതുപോലെ തന്നെ നീരാഞ്ജനം കത്തിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം കറുത്ത പട്ടുവസ്ത്രം സമർപ്പിക്കുകയും കലിയുഗമായതിനാൽ ജപം പരമപ്രധാനമെന്ന സിദ്ധാന്തമനുസരിച്ച് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. അടുത്തത് ഓം നമോ നാരായണായ എന്ന വിഷ്ണു സ്തുതിയാണ് പറയേണ്ടത്. ഏറ്റവും ശക്തമായൊരു മന്ത്രമാണത്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുസ്വാമി ക്ഷേത്രം ദർശനം നടത്തി അവിടെ വച്ചിട്ട് ഈ മന്ത്രം ജപിക്കാം. അതല്ല വീട്ടിലിരുന്നും ജപിക്കാം. മഞ്ഞപ്പട്ട് സമർപ്പിക്കലും അതുപോലെ തന്നെ പാൽപ്പായസ നൈവേദ്യവും നെയ്വിളക്ക് കത്തിക്കലുമൊക്കെ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ നടത്തുക. അതെല്ലാം വ്യാഴദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ദോഷമെന്ന് പറയുന്നത് രാഹുവിൻ്റെ തടസ്സവും പ്രശ്നങ്ങളുമാണ്. അതിന് രാഹുദോഷ പരിഹാരങ്ങൾ ചെയ്യുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. ഏറ്റവും ലളിതമായ മന്ത്രം കൂടുതൽ ജപിക്കുക. അത് കൂടുതൽ ശക്തി മനസ്സിനും ശരീരത്തിനും നൽകും. 100 പാലും അർപ്പിക്കുക. ആയില്യത്തിൻ്റെ മഹോത്സവ നാളുകളിലോ അതല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന നക്ഷത്രക്കാരുടെയോ അവരുടെ പക്കനാടിനോ അത് ചെയ്യാം. 100 പാലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. മറ്റൊന്ന് കേതുദോഷത്തിനാണ്. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിയുടെ സ്തുതിമന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് ഗണപതിക്ക് ഉണ്ണിയപ്പ നിവേദ്യം, കർഗമാല അർപ്പിക്കൽ, ഹോമം നടത്തൽ, ഗണപതി ഹോമം നടത്തൽ, അർച്ചന കൊടുക്കൽ. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.